അവൻ വരുമെന്ന് മാനേജർ വിളിച്ചു പറഞ്ഞപ്പോ വിശ്വാസമായില്ല. അങ്കിളിന് ഇപ്പൊ വിശ്വാസമായില്ലേ? ഞാൻ നിങ്ങളുടെ പഴയ ശ്രീരാജ് തന്നെയാണ്. ഇന്ത്യൻ ടീമിൽ കളിച്ചു എന്ന് കരുതി എന്ത് വ്യത്യാസം ഉണ്ടാവാനാണ്? കളിയൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ. അയ്യോ, അങ്കിള് ക്രിക്കറ്റ് കാണാറുണ്ടോ? അയ്യോ പിന്നെ, മോന്റെ കളിയുള്ള ദിവസം ഞാൻ ബാങ്കിൽ പോലും പോവാതെ ലീവ് എടുത്തിരുന്ന് ക്രിക്കറ്റ് കാണും. ഓ മൈ ഗോഡ്, ഇത് ഒരുപാടുണ്ടല്ലോ. കഴിക്കേ? ഇതൊന്നും ഞാൻ കഴിക്കാറില്ല, ഡയറ്റിങ്ങിലാ. ഓ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഓടിച്ചാടി കളിക്കുന്നില്ലയോ? വയറ് നിറച്ച ഭക്ഷണം കഴിക്കണം, ശരീരം നോക്കാതെ ഒരു ഡയറ്റിങ് പാടില്ല. ഞാൻ അങ്കിളിനെ കാണാൻ വന്നത് ഒരു ഡെപ്പോസിറ്റിന്റെ കാര്യം സംസാരിക്കാനാണ്. മോന്റെ മാനേജർ സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, ഇന്ന് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇന്നൊരു ആഡ് ഏജൻസി ആയിട്ടൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ചെക്ക് ഞാൻ നാളെ ബാങ്കിൽ എത്തിക്കാം. അങ്കിള് തന്നെ ഏതെങ്കിലും നല്ല സ്കീം നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ പുതിയ ഒരുപാട് സ്കീം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ട് വിത്ത് ഇൻഷുറൻസ് കവറേജ്, അങ്ങനെ പലതും. നമുക്ക് പല സ്കീമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അപ്പൊ റിസ്ക്കും കുറഞ്ഞു കിട്ടും. ഈ മാർക്ക് ചെയ്തെടുത്ത് സൈൻ ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഓക്കെ, അങ്കിളിന് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണേ? എൻ്റെ മാനേജറെ വിളിച്ചാൽ മതി. പാൻ കാർഡ് കോപ്പിയും പറ്റും, ആള് തന്നെ എത്തി. ശരി. പിന്നെ മോനെ, ഈ എത്ര രൂപയുടെ ചെക്കാ വരുന്നത്? അല്ല, അതറിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാ. ഇത് ജസ്റ്റ് ഒരു 50 lakhs-ന്റെയാ. ഒരു വർഷത്തെ കോൺട്രാക്ടിന്റെ അഡ്വാൻസ് ആണ്. മകളെ കണ്ടില്ല? അവൾ ഇവിടെ എവിടെങ്കിലും ഉണ്ടാകും. മോനൊന്നും കഴിച്ചില്ലല്ലോ. അയ്യോ അങ്കിളെ, എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഡെലീഷ്യസ്. മകളുണ്ടാക്കിയായിരിക്കും. അവക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അവളെപ്പോഴും ഓഫീസിലെ വർക്കെന്ന് പറഞ്ഞ ഇരിപ്പല്ലയോ. അല്ലെങ്കിൽ തന്നെ അവൾക്ക് എവിടുന്ന സമയം? ഇതെല്ലാം മോന്റെ ആന്റി ഉണ്ടാക്കിയതാ. ആന്റി നല്ല അസലായി കുക്ക് ചെയ്യും. ആ ക്യാരറ്റ് ഹൽവ എന്ന് കഴിച്ചു നോക്കിയേ, നന്നായിരിക്കും. ഇനി ഒരിക്കലാവാം. എനിക്ക് ആഡ് ഏജൻസി ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, സമയമായി. എന്നാ പിന്നെ ഓക്കെ ശരി. അപ്പോ സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം. മോൻ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ആന്റി നല്ല അസലായി കുക്ക് ചെയ്ത്. ഷുവർ അങ്കിൾ. രോഗങ്ങൾ വരാതിരിക്കാനും രോഗപീഠകളിൽ നിന്ന് രക്ഷ നേടാനുമുള്ള ഒരേ ഒരു പ്രതിവിധിയാണ് ഈ പ്രതിവിധി ചവന പ്രാവശ്യം. എന്തുവാണ് ഇത്? വെള്ളം കൊണ്ടുവാ. ഇതൊന്നും പശയാ? നല്ല വെള്ളം തന്നെ. ഓക്കെ അല്ലേ? നന്നായിട്ടുണ്ട്. ഇനി അടുത്ത ഷോട്ട് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ശ്രീ ഇരിക്കേ. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞ ഡയലോഗ് ക്ലിയർ ആയോ? അതൊന്നും പ്രശ്നമല്ലെന്നേ, നമുക്കെല്ലാം ഡബിങ് ശരിയാക്കാം. ശ്രീ, നമ്മുടെ കഴിഞ്ഞ ഹെഡ് മസാജറിന്റെ ആഡ് കണ്ടിരുന്നു? ഇല്ല. കുമാർ, എന്റെ ലാപ്ടോപ്പ് കൊണ്ടുവരൂ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ടെൻഷനും ജോലി സമ്മർദ്ദവുമാണ്. വീട്ടിലെത്തി റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചാലും ടെൻഷൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല. റിലാക്സ് ഫാർമ അവതരിപ്പിക്കുന്നു ഹെഡ് മസാജർ. ഈ മസാജർ ഒരു തവണ ഉപയോഗിച്ചാൽ ഇതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകും. മാനസിക രോഗികൾക്ക് പോലും ആശ്വാസവും സന്തോഷവും പകരുന്ന ഈ മസാജർ എല്ലാവർക്കും ഒരുപോലെ ഗുണകരമാണ്. റിലാക്സ് ഫാർമയുടെ ഹെഡ് മസാജർ, എന്റെ സന്തോഷത്തിന്റെ രഹസ്യം. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ആ ലാസ്റ്റ് സെന്റൻസ് ഒരു കുഴപ്പമില്ല. ക്ലയന്റ് ഹാപ്പിയാ. അടുത്ത ആഴ്ച തൊട്ട് ടെലികാസ്റ്റ് തുടങ്ങാം. പിന്നെന്താ? അല്ല, ആ ലാസ്റ്റ് സെന്റൻസ് കേട്ടാ എനിക്കും വട്ടാണ് എന്നൊരു ധ്വനിയുണ്ടോ? അതിന് ശ്രീക്ക് വട്ടില്ലല്ലോ. റെഡിയാണോ? ഇപ്പൊ ശരിയാവും സാർ. സാർ, ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. മേക്കപ്പ് റൂമിൽ ഇരുത്തിരിക്കുക. ഞാനിപ്പോ ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കൂ. എൻ്റെ ഒരു സംശയമാണ്. ഓക്കെ.